ഈ കഥക് തുറന്നു തന്നത് ഈ അടുത്ത കാലത്തല്ലേ. സിനിമയിൽ സ്ത്രീകൾക്കുള്ളത് ഭൂമിയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങളാണ്. ജാതിയുടെ പ്രോബ്ലം വരുമ്പം, കാസ്റ്റ് ഡിഫറൻസ് വരുമ്പം ഇതുവരെയുള്ള ആണുങ്ങൾക്ക് ആരും അത് കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും, യു ഗെറ്റ് പ്രിപ്പയർഡ് എന്ന് പറയുന്നതിന് പകരം ട്രെയിൻ ദ മെൻ. എന്തിനാണ് ഞാൻ വാളെടുത്ത് കൊണ്ട് നടക്കണേ, കത്തി കൊണ്ട് നടക്കണത്, പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കണത്? ഓൺലി ഇൻ കേരള ഇൻ ദ ഇൻഡസ്ട്രി വി ആർ ട്രെയിനിങ് വിമൻ. എന്താണെന്നുള്ളതല്ല നിങ്ങളെ മാറ്റി നിർത്താനുള്ള കാരണം. എന്തുകൊണ്ട് എനിക്ക് കൈയും വീശി എൻ്റെ റോഡിലേക്ക് ഇറങ്ങിക്കൂടാ? സിനിമയിൽ സ്ത്രീകൾക്ക് മാത്രമല്ല ചലഞ്ച്. സിനിമയിൽ ആർക്കും നിങ്ങളുടെ ജെൻഡർ ഈസ് നോട്ട് റെലവൻറ്റ്. സിനിമയിൽ സ്ത്രീകൾക്കുള്ളത് ഭൂമിയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങളാണ്. അതെ, സിനിമയിൽ ജെൻഡർ നെവർ ക്രിയേറ്റഡ്. നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളതല്ല നിങ്ങളെ മാറ്റി നിർത്താനുള്ള കാരണം. പക്ഷേ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എവിടെയുമുണ്ട് പ്രശ്നം. ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നത് തന്നെ ഒരു വലിയ വിഷമം പിടിച്ച ഒരു വലിയൊരു സമരമാണ്. നമ്മൾ ജീവിച്ച് ഈ സമൂഹത്തിൽ ജീവിച്ച് ആർക്കും എല്ലാത്തരം പ്രശ്നങ്ങളും താണ്ടി വരുമ്പം അതിനോടൊപ്പം ജാതിയുടെ പ്രോബ്ലം വരുമ്പം, കാസ്റ്റ് ഡിഫറൻസ് വരുമ്പം അത് വേറൊരു വലിയ സമരമാണ്. ഇനി അതും കഴിഞ്ഞൊരു സ്ത്രീയായി കഴിഞ്ഞാലും അവിടെ നിന്നും താഴോട്ടാണ് പോകുന്നത്. So think about where woman is in the last in the grade. അപ്പോൾ സീരിയസ്ലി അതുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് സിനിമയിലും ഉണ്ട്. പക്ഷേ ആ ഒരു ചലഞ്ച് എപ്പോഴും ഉണ്ട്. അതൊരു ത്രെട്ടായിട്ടോ അല്ലെങ്കിൽ ഇതുവരെയുള്ള ആണുങ്ങൾക്ക് ആരും അത് കാണിച്ചു കൊടുത്തിട്ടില്ല. ദാറ്റ് വിമൻ വിൽ കം ഔട്ട് ആൻഡ് വർക്ക് വിത്ത് യു എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ഉറക്കമണിയിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവരെയാണ് ഞാൻ എപ്പോഴും പറയും, എംപവർമെൻറ്റ് ഇൻ തിങ്കിങ്, എൻലൈറ്റ്മെൻറ്റ് ഇൻ തിങ്കിങ് കൊടുക്കേണ്ടത് നമ്മൾ സ്ത്രീകളുടെ അപ്പുറത്ത് നിൽക്കുന്ന, അത് പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർ, അവർക്ക് കൊടുക്കണം ഒരു എൻലൈറ്റ്മെൻറ്റ് ക്ലാസ്. അവിടെയും നമ്മൾ സ്ത്രീകളെ ഇപ്പം സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് റോഡിൽ ഇറങ്ങിയാൽ അട്രോസിറ്റി, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ സ്ത്രീകളെ കരാട്ടെ പഠിപ്പിക്കാൻ വിടും. അത് ഗവൺമെൻറ് ആയാലും അവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ആയോധന കല, സ്ത്രീകൾക്ക് പെപ്പർ സ്പ്രേ കൊടുക്കുക. അതിന് പകരം ഇത് നടത്തുന്നവരെ നമ്മൾ പരിഷ്കരിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും, യു ഗെറ്റ് പ്രിപ്പയർഡ് എന്ന് പറയുന്നതിന് പകരം ഇത് ചെയ്യുന്നവരോട് അവിടെ ഒരു റീസ്ട്രക്ചറിങ് നടത്തുക, അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അവയർനെസ് കൊടുക്കുക. അതിന് ആളുകളെ കണ്ടെത്തി ഓരോ ഓഫീസസിലും ട്രെയിൻ ദ മെൻ, കോൾ ദം. മെന്നിനെ മാത്രം കോൾ ഔട്ട് ചെയ്തിട്ടൊരു ക്ലാസ് കൊടുക്കുക. ഇനി സമൂഹത്തിൽ ഇവരും നിങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്നുണ്ടാവും. ഇവര് ഇവിടെ നിൽക്കാം, ദേ ആർ ഗോയിങ് ടു ബി ഹിയർ, സോ ബെറ്റർ ലേൺ. ഇവർ സമൂഹത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്നവരാണ്. അതിന് പകരം സ്ത്രീകളെ വിളിച്ചിട്ട് ക്ലാസ് കൊടുത്താൽ നമ്മൾ എന്താ ചെയ്യണത്? ഫൈറ്റിന് തയ്യാറാവില്ലേ? ഫൈറ്റാണോ വേണ്ടത്? ഇറ്റ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ്. സെൽഫ് പ്രൊട്ടക്ഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്തിനാ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം? അവർക്ക് ആരെങ്കിലും അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടോ? വി ആർ ഇൻ ദിസ് വേൾഡ്. ഞങ്ങളുടെ റൈറ്റ് അല്ലേ ഇത്? എന്തിനാണ് ഞാൻ വാളെടുത്ത് കൊണ്ട് നടക്കണേ, കത്തി കൊണ്ട് നടക്കണത്, പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കണത്? എന്തുകൊണ്ട് എനിക്ക് കൈയും വീശി എൻ്റെ റോഡിലേക്ക് ഇറങ്ങിക്കൂടാ? അപ്പോൾ അതിനെന്താ ചെയ്യണേ? അതല്ലേ ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്തത്? അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴും തെരുവ് നായ്ക്കളെ അത് ഉണ്ടാക്കാതിരിക്കാനാണ് നോക്കേണ്ടത്. അതിനെങ്ങനെ എന്താണ് അതിനെടുക്കണത്? തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുകയല്ല ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വേ ടു മേക്ക് ഇറ്റ് പീസ്ഫുൾ? കോ എക്സിസ്റ്റൻസ് ഇസ് ദയർ. അങ്ങനെ ഈ സമൂഹം മുമ്പോട്ട് പോകുള്ളൂ. ഇവിടെയുള്ള എല്ലാ ലിവിങ് തിങ്സിനും ഒരുമിച്ച് നിൽക്കണം. അത് ഏറ്റവും നല്ല ലേണിംഗ് അല്ലേ 2 ഇയേഴ്സിൽ നമ്മൾ പഠിച്ചത് കോവിഡിൽ. പൂക്കളും ചെടികളും നല്ല പോലെ വളരുന്നു, മൃഗങ്ങൾ, പക്ഷികളുടെ പാട്ട് കേൾക്കാൻ കഴിയുന്നു.
ദ ഗ്രീനറി വാസ് റിയലി ഗ്രീൻ ഓൾ ഓവർ ദ പ്ലേസ്. അപ്പോൾ എന്താ മനസ്സിലായത്? എവ്രിബഡി ഇൻ എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അവിടെ ആരെയാണ് മാറ്റപ്പെട്ടത്? മനുഷ്യരെ മാത്രം. മനുഷ്യരെ മാത്രം സമൂഹത്തിൽ, അല്ലെങ്കിൽ ഫ്രം ഔട്ട്സൈഡിൽ നിന്ന് അകത്തേക്ക് വലിച്ചപ്പം ദ നേച്ചർ ഫ്ലറിഷ്ഡ്. സോ ഹു ആർ ദ പ്രോബ്ലം? നമ്മൾ തന്നെയാണ്. സെൻസിബിലിറ്റി ഉള്ള, ചിന്തിക്കാൻ കഴിവുള്ള, പ്രവർത്തിക്കാൻ കഴിവുള്ള, അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ജീവജാലങ്ങൾക്കില്ല. അവരാണ് പ്രോബ്ലം എന്ന് നമ്മളെന്താ മനസ്സിലാക്കാത്തത്? നമ്മളാണ് ഇഷ്യൂ. സോ ലെറ്റ് us എഡ്യൂക്കേറ്റ് ടുഡേയ്സ് ചിൽഡ്രൻ. എഡ്യൂക്കേഷൻ അല്ല, അവയർനെസ് കൊടുക്കുക. ലേൺ ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്, ലേൺ ഇറ്റ് ഫ്രം അവർ എക്സ്പീരിയൻസ്. ഇന്നലത്തെ മഴയിൽ ഒരിടത്ത് ലീക്ക് ഉണ്ടെങ്കിൽ നാളെ അടുത്ത മഴ വരുന്നതിന് മുമ്പ് ആ ലീക്ക് അടയ്ക്കണം എന്നല്ലേ പഠിക്കേണ്ടത്. അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീകളുടെ നേരെയുള്ള അട്രോസിറ്റിക്ക് എല്ലാ ഓഫീസസിനും എഡ്യൂക്കേഷൻ കൊടുക്കാം. ബിക്കോസ് അവിടെയൊക്കെ സ്ത്രീകൾ ഇനി വരും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ ചലച്ചിത്ര അക്കാദമിയിൽ എടുത്തേക്കണേ. അതായത് സ്ത്രീകൾ സിനിമാ മേഖലയിൽ കൂടുതൽ വരുമ്പോൾ, ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, അങ്ങനെ വളരെ കുറച്ച് മേഖലയിൽ, കോസ്റ്റ്യൂം, മേക്കപ്പ്, അങ്ങനെ കുറച്ച് മേഖലകളിൽ പിന്നെ സ്ത്രീകളെ ഉള്ളൂ നടിമാരായിട്ട്. വേറെ ആരെയും വെക്കാൻ പറ്റില്ലല്ലോ. സോ നടിമാർ സ്ത്രീകൾ അവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി പക്ഷെ സിനിമ ലൊക്കേഷൻ, അതാണ് ഞങ്ങളുടെ തൊഴിലിടം. എവിടെയാണോ സിനിമ നടക്കുന്നത്, ഏത് രീതിയിലാണോ സിനിമ നടക്കുന്നത്, അവിടെയാണ് ഞങ്ങളുടെ തൊഴിലിടം. ആ തൊഴിലിടം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ത്രീകളില്ല. അവിടെ സ്ത്രീകൾ വരുമ്പോൾ ദ ലേണിംഗ് വിൽ ബി ഡിഫറെൻറ്റ്. അതായത് ലൈറ്റിങ്ങിലില്ല, ആർട്ടിൽ കുറവാണ്, കോസ്റ്റ്യൂമിൽ ഡിസൈനർ ഉണ്ട്, ബട്ട് വർക്കേഴ്സ് ഇല്ല, ഐ മീൻ അസിസ്റ്റൻസ് ഇല്ല, ആർട്ട് അസിസ്റ്റൻസ്. ഇങ്ങനെയുള്ള ഏരിയകളിൽ സ്ത്രീകൾ വരുമ്പോൾ, സ്ത്രീകളുടെ പ്രസൻസ് കൂടുതൽ വരുമ്പോൾ നാച്ചുറലി ദ അതർ കോ വർക്കേഴ്സ് അല്ലെങ്കിൽ കൊളീഗ്സിന് മനസ്സിലാവും ദേ ആർ ഗോയിങ് ടു ബി ഹിയർ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തൊഴിൽ പരിശീലനം. അതിൻ്റെ ബിഗിനിങ്ങിൽ ഞാനും അഞ്ജലി മേനോനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദെൻ ഐ ടുക്ക് ഇറ്റ് ഫോർവേഡ്. അപ്പോൾ അതിനൊരു സിലബസ് ഉണ്ടാക്കുക, അതിനൊരു പ്ലാനിങ് ഉണ്ടാക്കുക. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണ്. ലോകത്ത് ഒരിടത്തും ഇത്രയും വലിയ ഫസ്റ്റ് വേൾഡ് കൺട്രി, സെക്കൻഡ് വേൾഡ് കൺട്രി, തേർഡ് വേൾഡ് കൺട്രി എന്നൊക്കെ നമ്മൾ തിരിക്കുമ്പോൾ ഓൺലി ഇൻ കേരള ഇൻ ദ ഇൻഡസ്ട്രി വി ആർ ട്രെയിനിങ് വിമൻ ടു ബി എ പാർട്ട് ഓഫ് ദ ബിഗർ ഇൻഡസ്ട്രി. അതിന് ഞങ്ങൾ ഒരു പ്രായപരിധി വെച്ചിട്ടില്ല. 18 വയസ്സിന് മുകളിൽ, എഡ്യൂക്കേഷൻ +2, ബേസിക്. ബിക്കോസ് ഒരു നല്ല വീട്ടമ്മയ്ക്ക് ചിലപ്പോൾ നല്ലൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ആവാം. ബിക്കോസ് ഷീ മാനേജസ് ദ ഹൗസ്. ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ തോട്ട്. സത്യമാണ്. പിന്നെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന്. ആ കഴിവ് ഇവിടെ വന്നിട്ടൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പിന്നെ ഈ കഥക് തുറന്നു തന്നത് ഈ അടുത്ത കാലത്തല്ലേ. എത്രയോ പ്രായമുള്ളവർ ഇതിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ പറ്റാതുണ്ടാവും. അപ്പോൾ ഏജ് ഡിഫറൻസ് വെക്കരുതെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വളരെ റിക്വസ്റ്റ്. ആൻഡ് ടോട്ടൽ ഇതിലിപ്പം മന്ത്രി, കൾച്ചറൽ മിനിസ്റ്റർ ആയാലും ഞങ്ങളുടെ ചെയർമാൻസ് ആയാലും സെക്രട്ടറി എല്ലാവരും പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചോളൂ, മാഡം തീരുമാനിച്ചോളൂ, എന്ത് ഡിസിഷനും എടുത്തോളൂ. ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ്. ഇതിലൊരു ഡിസിഷനും ഞാൻ വേറൊരാൾക്കും അവരാരും ഇൻവോൾവ് ചെയ്തിട്ട് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അതിനുള്ള പൂർണ്ണ അധികാരം എനിക്ക് തന്നു.